ഒരു നവ മാതാപിതാവാണെങ്കിൽ, കുഞ്ഞിന്റെ ഓരോ ചെറിയ കാര്യത്തിനും സോഷ്യൽ മീഡിയയിൽ ഉപദേശം തേടുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇതിനകം തന്നെ ഇൻസ്റ്റഗ്രാം പാരന്റിംഗ് എന്ന കുമിളയിൽ അകപ്പെട്ടിരിക്കാം. മാതാപിതാക്കളാകുക എന്നത് ദുഷ്കരമാണ്, പ്രത്യേകിച്ച് ആദ്യമായി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ. കുഞ്ഞിനോടുള്ള സ്നേഹത്താൽ ഹൃദയം നിറയുമ്പോഴും അവരെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനെ കുറിച്ച് ഒരു നിരന്തരമായ ആശങ്ക മനസ്സിലുണ്ടായിരിക്കും. മുമ്പ് ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുമ്പോഴോ ഉറങ്ങാതിരിക്കുമ്പോഴോ മാതാപിതാക്കൾ ആശ്രയിച്ചിരുന്നത് മുതിർന്നവരെ, ഡോക്ടർമാരെ അല്ലെങ്കിൽ പേരന്റിംഗ് പുസ്തകങ്ങളെ ആയിരുന്നു. എന്നാൽ ഇന്ന് അവർ തുറക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്. ആദ്യമായി ഭക്ഷണം നൽകുന്നത് മുതൽ ആദ്യത്തെ സ്കൂൾ പ്രവേശനം വരെ പേരന്റിംഗ് പതിയെ ഓൺലൈനിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന് എന്ത് ഭക്ഷണം നൽകണം, രാത്രി മുഴുവൻ എങ്ങനെ ഉറങ്ങാൻ പരിശീലിപ്പിക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ ശാന്തമായി കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ വൈകാരികമായി സുരക്ഷിതരായി വളരാൻ എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻസ്റ്റഗ്രാം ഫീഡിൽ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇൻസ്റ്റഗ്രാം ഇന്ന് മാതൃത്വത്തിന്റെ പുതിയ അനൗദ്യോഗിക ഹാൻഡ് ബുക്കായി മാറിയിരിക്കുന്നു. വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് ഇൻസ്റ്റഗ്രാം ഉടനടി പരിഹാരം നൽകുന്ന ഒരു ആശ്രയമായി തോന്നാം. ഒരു ചെറിയ സംശയത്തിന് വേണ്ടി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്നതിന് പകരം ആശങ്ക ടൈപ്പ് ചെയ്യുമ്പോൾ നിമിഷങ്ങൾക്കകം 100 കണക്കിന് വീഡിയോകളോ റീലുകളോ സഹായത്തിനെത്തും. 24/7 ലഭ്യതയാണ് ഇൻസ്റ്റഗ്രാം പേരന്റിങ്ങിനെ അഡിക്റ്റീവ് ആക്കുന്നത്. എങ്കിലും ഇത് മാതാപിതാക്കളെ ശരിക്കും സഹായിക്കുന്നുണ്ടോ അതോ അവർക്ക് കൂടുതൽ സമ്മർദ്ദം നൽകുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും വലിയ വിഭാഗങ്ങളിലൊന്നായ ബേബി ഫുഡ് എടുക്കുക. 2 വയസ്സുള്ള കുട്ടികൾക്കായി ബീട്രൂട്ട് പാൻകേക്കുകൾ, ചീര പറാത്ത, മിനി ഇഡ്ഡലി പിസ്സകൾ, പഞ്ചസാരയില്ലാത്ത ഡെസേർട്ടുകൾ എന്നിവയുടെ നിറപ്പകിട്ടുള്ള ചിത്രങ്ങളും റീലുകളുമാണ് അവിടെ കാണാൻ കഴിയുക. ഈ വിഭവങ്ങൾ ആരോഗ്യകരവും ആകർഷകവുമായി തോന്നാമെങ്കിലും ഇത് മാതാപിതാക്കളിൽ നിശബ്ദമായ ഒരു സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. തങ്ങളുടെ കുട്ടി സാധാരണ പരിപ്പും ചോറും മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് കുറ്റബോധം തോന്നി തുടങ്ങും. മണിപ്പാൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുഷ്മ ഗോപാലൻ പറയുന്നത് പോലെ പേരന്റിംഗ് ഇന്ന് പൊതുജനങ്ങളുടെ അംഗീകാരത്തിനും പ്രദർശനത്തിനുമുള്ള അലങ്കരിച്ച ഒരു പ്രകടനമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ മാതാപിതാക്കളെ എപ്പോഴും അച്ചടക്കമുള്ളവരും നിയന്ത്രണമുള്ളവരും സർഗാത്മകരും സൗന്ദര്യാത്മകമായി ആകർഷകരും ആയിരിക്കാൻ നിർബന്ധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ നിന്നും വ്യതിചലിച്ച ഫിൽറ്റർ ചെയ്ത ഒരു പതിപ്പാണ് സൃഷ്ടിക്കുന്നത്. ഇത് നിശബ്ദമായ ഒരു മത്സരത്തിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ പാരന്റിംഗ് കുഴഞ്ഞു മറിഞ്ഞതും ആശയക്കുഴപ്പമുള്ളതും ചിലപ്പോൾ പ്രവചനാതീതവുമാണ്. ഇൻസ്റ്റഗ്രാം പാരന്റിംഗ് മിക്കപ്പോഴും ഇതിന് വിപരീതമാണ്. ഓരോ ചെറിയ കാര്യത്തിനും മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുമ്പോൾ അവർ തങ്ങളുടെ സ്വന്തം വിവേചന ശേഷിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ഓൺലൈനിൽ കാണുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ സുഷമയുടെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും വലിയ അപകട സാധ്യത. കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് സ്വാഭാവികമായ ഒരു സഹജാവബോധം, ഒരു പാരന്റൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുന്നത് കുട്ടിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ആത്മവിശ്വാസം ക്രമേണ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. ബാഹ്യമായ അംഗീകാരത്തെ ആശ്രയിക്കുന്നത് മാതാപിതാക്കളുടെ അന്തർജ്ഞാനത്തെ, ഇൻറ്റ്യൂഷനെ ദുർബലപ്പെടുത്തുന്നു. ഇത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിന് അതീവ പ്രധാനമാണ്. ഈ ഒരു ഘടകത്തിന് പകരം വെക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയില്ല. മാതാപിതാക്കളുടെ മാനസികാരോഗ്യത്തിൽ ഇൻസ്റ്റഗ്രാം പാരന്റിംഗ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓൺലൈനിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ എൻലെസ് വീഡിയോകൾ കാണുമ്പോൾ ദിവസവും 5 തരം ഹോം മെയ്ഡ് ഭക്ഷണം ഉണ്ടാക്കാൻ സമയമോ ഊർജമോ ഇല്ലാത്ത മാതാപിതാക്കൾക്ക് തങ്ങൾ കുട്ടിയെ വേണ്ട വിധം വളർത്തുന്നില്ല എന്ന ആഴമായ കുറ്റബോധം ഉണ്ടാകുന്നു. ഒരു കണ്ടന്റ് ക്രിയേറ്ററിനുള്ള സമയമോ വിഭവങ്ങളോ സപ്പോർട്ട് സിസ്റ്റമോ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകണമെന്നില്ല. തിരക്കുള്ള ഷെഡ്യൂളുകൾ, അമിതമായ ക്ഷീണം, ജോലിയുടെ സമ്മർദ്ദം, പെട്ടെന്ന് കഴിക്കാനാവുന്ന ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ എന്നിവയെല്ലാം യഥാർത്ഥ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇൻസ്റ്റഗ്രാം ഈ യാഥാർത്ഥ്യം അപൂർവമായി മാത്രമേ കാണിക്കുകയുള്ളൂ. അത് പെർഫെക്ഷൻ മാത്രം കാണിക്കുമ്പോൾ സാധാരണ ജീവിതം അപര്യാപ്തമായി തോന്നുന്നു. ആസ്റ്റർ RV ഹോസ്പിറ്റലിലെ ഡോക്ടർ സിന്ധു MV വിശദീകരിക്കുന്നത് പോലെ ഒരു തികഞ്ഞ ബാല്യം സൃഷ്ടിക്കാനുള്ള ഈ നിരന്തര സമ്മർദ്ദം മാതാപിതാക്കളെ കുറ്റബോധത്തിന്റെയും ആത്മവിശ്വാസമില്ലായ്മയുടെയും ചക്രങ്ങളിലേക്ക് തള്ളിവിടുന്നു. വർദ്ധിച്ച സമ്മർദ്ദം, ഉത്കണ്ഠ, തീരുമാനമെടുക്കാനുള്ള മടുപ്പ്, അവാസ്തവമായ നിലവാരങ്ങൾ നിലനിർത്താനുള്ള ശ്രമം കാരണമുള്ള ബേൺഔട്ട് എന്നിവയാണ് മാതാപിതാക്കൾക്കുള്ള പ്രത്യാഘാതങ്ങൾ. ഈ സമ്മർദ്ദം മാതാപിതാക്കളെ മാത്രമല്ല കുട്ടികളെയും ആഴത്തിൽ ബാധിക്കുന്നുണ്ട്.
മാതാപിതാക്കൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്നതിനാൽ കുട്ടികളുമായി ചിലവഴിക്കുന്ന ഗുണമേന്മയുള്ള സമയം കുറയുന്നത് ശ്രദ്ധ കുറവിന് കാരണമാകുന്നു. കൂടാതെ കുട്ടികളുടെ ജീവിതം അമിതമായി ഓവർ ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ സ്വകാര്യത അറിയാതെ ലംഘിക്കപ്പെടുന്നു. കുട്ടികളുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ ഓൺലൈൻ നിയമങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവാസ്തവമായ പ്രതീക്ഷകൾ കാരണം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള വൈകാരിക ബന്ധം ദുർബലമാകുന്നു. ബാല്യം അമിതമായി ഷെഡ്യൂൾ ചെയ്യപ്പെടുകയും ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും ഇന്റർനെറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായ കളി, സ്വയം കണ്ടെത്തൽ, പ്രതിരോധ ശേഷി എന്നിവ നഷ്ടമാകുന്നു. സ്വാഭാവികമായ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള പര്യവേക്ഷണത്തിൽ നിന്ന് കൃത്രിമമായി രൂപപ്പെടുത്തിയ അനുഭവങ്ങളിലേക്കുള്ള ഈ മാറ്റം അവരുടെ സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും വൈകാരിക വളർച്ചയെയും പരിമിതപ്പെടുത്തുന്നു. ഇൻസ്റ്റഗ്രാമിന് വേണ്ടി തികഞ്ഞ മാതാപിതാക്കളെ കുട്ടികൾക്ക് ആവശ്യമില്ല. പകരം അവർക്ക് വേണ്ടത് യഥാർത്ഥ ജീവിതത്തിൽ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെയാണ്. കുട്ടികളോട് പ്രതികരിക്കുന്ന, അവരുമായി ബന്ധം സ്ഥാപിക്കുന്ന, നിരന്തരമായി സ്ക്രോളിങ്ങിന് പകരം ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മാതാപിതാക്കളെയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ വിവരങ്ങൾക്കായി ഇൻസ്റ്റഗ്രാം റീലുകൾ ഒരു പെട്ടെന്നുള്ള റെഫറൻസ് ആയി ഉപയോഗിക്കാമെങ്കിലും അത് പ്രൊഫഷണൽ വ്യക്തിഗത വൈദ്യസഹായത്തിനോ കുടുംബ മാർഗനിർദ്ദേശങ്ങൾക്കോ പകരമാകില്ല. ഓരോ കുട്ടിയും അവരുടെ സ്വഭാവം, ആരോഗ്യം, കുടുംബ സാഹചര്യം എന്നിവയിൽ വ്യത്യസ്തരാണ്. സാമാന്യവൽക്കരിച്ച ഓൺലൈൻ ഉപദേശങ്ങൾ നൽകുന്നതിന് പകരം കുട്ടികളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഹജാവബോധത്തിൽ വിശ്വസിക്കുന്ന മാതാപിതാക്കളായി മാറാൻ ശ്രമിക്കുക എന്നതാണ് ഈ ഇൻസ്റ്റഗ്രാം ലോകത്ത് ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ അൺഫോളോ തീരുമാനം.